പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാവുന്നവരെ അപ്രകാരം ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മെ സ്നേഹിച്ച് അവിടുത്തെ കാരുണ്യം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ അവിടുത്തെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ഹൃദയം വിശുദ്ധമെങ്കിൽ, നമ്മുടെ മനസ്സും മനസാക്ഷിയും ശുദ്ധമെങ്കിൽ ദൈവത്തെ നമ്മൾ കാണും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയും. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ കളങ്കപ്പെട്ടെങ്കിൽ നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്താലും യേശുവിൻ്റെ രക്തത്താലും ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ കരുണയുടെ മുഖം കണ്ടുകൊണ്ട് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ലോകം മുഴുവനിലേക്കും വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഉത്സവസ്ഥാനങ്ങളിരുന്ന് അല്പസമയം ദൈവ വചന വെളിച്ചത്തിൽ കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കാം. ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയും ചെയ്യാം. നമുക്കറിയാം, ദൈവം അനന്തജ്ഞാനമാണ്. ദൈവത്തിന് അറിയില്ലാത്ത ഒന്നുമില്ല. കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പ്രഭാഷകൻ 42:20 പറഞ്ഞിട്ടുണ്ട്. ഒരു ചിന്തയും ദൈവത്തിന് അജ്ഞാതമല്ല. ഒരു വാക്കും ദൈവം കേൾക്കാതെ പോകില്ല. നമ്മൾ പരമരഹസ്യമായിട്ട് ചെയ്ത നല്ലതോ ചീത്തയോ ആയ സകല കാര്യങ്ങളും ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദൈവത്തിൻ്റെ കരുണ കടൽ പോലെ വിശാലമായി കിടക്കുന്നു. ആകാശത്തോളം ഉന്നതമാണ്. ഭൂമിയിലുടനീളം വ്യാപിച്ചു കിടക്കുന്നു. ഇതെല്ലാം വചനത്തിൽ നമ്മൾ കാണുന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കരുണയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് കുറേയേറെ കാര്യങ്ങൾ അറിയാമെങ്കിലും ഇനിയും നമുക്ക് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അപ്പോൾ ദൈവകരുണയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ആ കരുണയുടെ അനുഭവത്തിലേക്ക്, ആ കരുണയുടെ അഭിഷേകത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഏതാനും ചില കാര്യങ്ങളെങ്കിലും വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അത് നമ്മെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ യോഗ്യരാക്കുകയും ഒരുക്കുകയും ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടതില്ല. പല വചനങ്ങളും ഒരുപാട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുന്നതിന് വിപരീതമായി ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം തൻ്റെ സ്വഭാവം വിട്ടിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. ഇപ്പം മനുഷ്യരെ വ്യാജം പറയാം, നുണ പറയാം.
സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് നുണ പറയാൻ ദൈവം മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തൻ്റെ സ്വഭാവം വെച്ച് പെരുമാറാൻ പറ്റൂ. അങ്ങനെയുള്ളപ്പോൾ ദൈവത്തിന് നുണ പറയാൻ പറ്റത്തില്ല. വ്യാജം ദൈവത്തിന് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ സ്വഭാവം സ്നേഹമായതുകൊണ്ട് കരുണയ്ക്ക് വിപരീതമായ ഒരു കാര്യം, അതായത് നമ്മളെ ശിക്ഷിക്കുന്ന, അനാവശ്യമായിട്ട് വേദനിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, വട്ടപൂജ്യമാക്കുന്ന ഒരു ചിന്തയും ദൈവത്തിന് വരത്തില്ല. ഒരു പ്രവൃത്തിയും ദൈവത്തിന് ചെയ്യാനാവില്ല. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. പുറപ്പാട് പുസ്തകം 34 അധ്യായം 5 മുതലുള്ള വചനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ദൈവം തന്നെ പറഞ്ഞൊരു കാര്യം, നുണ പറയാൻ പറ്റാത്ത ദൈവം, വ്യാജം കാണിക്കാൻ പറ്റാത്ത ദൈവം, അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ലാത്തത് കൊണ്ട് അത് ദൈവം പറഞ്ഞ് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റും. ദൈവം പറയാണ്, ഞാൻ കാരുണ്യവാനായ ദൈവം, നിങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം, ആയിരങ്ങളോടും തലമുറകളോടും കരുണ കാണിക്കുന്ന ഒരു ദൈവം. അതാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക. യേശുവിൻ്റെ കാര്യം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യേശു ഒരിക്കലും ഈ കരുണ കാണിക്കുന്നതിൽ നിന്ന് വിപരീതമായൊരു കാര്യം യേശുവിന് ചെയ്യാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത, സത്യം മാത്രം സംസാരിച്ച, പാപം ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ് യേശു എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ സിറിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്തൊരു വ്യക്തിയാണ് യേശു. ചിലരുടെ കാര്യത്തിൽ നുണ പറയാത്ത ഒരു ദിവസം കണ്ടുപിടിക്കാനായിട്ടായിരിക്കും അവർ പാടുപെടുക. യേശുവിൻ്റെ കാര്യം അങ്ങനെയല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം മറന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദൈവം വെളിപ്പെടുത്തിയ കാര്യമാണ്, ഞാൻ കാരുണ്യവാനായ ദൈവം. ഇവിടെ കരുണയ്ക്കായി നമ്മൾ തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. ആ ദൈവത്തിൻ്റെ കരുണയുടെ വ്യാപ്തി എത്ര വലുതാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഭൂമിയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുമ്പോൾ, ആകാശത്തോളം ഉന്നതമെന്ന് പറയുമ്പോൾ, കടല് പോലെ വിശാലമെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് എത്ര എളുപ്പമാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ആ വ്യാപ്തി അത് നാം തിരിച്ചറിയണം. 1 രാജാക്കന്മാർ 21-27 വചനം ഈ ദൈവത്തിൻ്റെ സ്വഭാവം ക്ഷമിച്ച് സ്നേഹിക്കുക എന്നുള്ളതാണെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, അനുതാപിയോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാൻ പറ്റും. പാപം ചെയ്തപ്പോൾ നീതിമാനായ ദൈവം ഒരു പ്രഖ്യാപനം നടത്തി. ആഹാബിനോട്, നീ മരിക്കും, നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. അങ്ങനെയാണ് ആഹാബിനോട് ദൈവം പറഞ്ഞൊരു കാര്യം. ഏലിയാ പ്രവാചകനെ വിട്ട് ആഹാബിൻ്റെ മുഖത്ത് നോക്കി ഈ പ്രവാചകൻ പറഞ്ഞൊരു കാര്യം, പ്രവാചകൻ പറഞ്ഞപ്പോൾ ദൈവം അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതുപോലെയാണ്. ദൈവം നമുക്കറിയാലോ, മോശ ഫറവോയുടെ അടുത്ത് ചെന്ന് പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുന്നതായിട്ടാണ് അവിടെ മോശ പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മോശ പറയുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ആഹാബിൻ്റെ മുഖത്ത് നോക്കി ഏലിയാ പ്രവാചകൻ പറഞ്ഞു, നീ പാപം ചെയ്തതുകൊണ്ട്, നീ ക്രൂരത കാണിച്ചതുകൊണ്ട് നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. അറിയാലോ, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ സാധാരണ രീതിയിൽ നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അത് പിടിച്ചെടുത്ത വ്യക്തിയാണ് ജസബൽ. അതിന് കൂട്ടുനിന്ന വ്യക്തിയാണ് ആഹാബ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവം അവനോട് പറഞ്ഞൊരു കാര്യം, നീ മരിക്കും, നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. ഇത് കേട്ടിട്ട് ആഹാബ് ചെയ്തൊരു കാര്യം 27 വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആഹാബ് അവൻ വസ്ത്രം മാറ്റി, രാജകീയ വസ്ത്രം ഉരിഞ്ഞു മാറ്റി, പകരം ഒരു ചാക്കെടുത്ത് കൊടുത്തു,
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തുമാത്രം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ ശാരീരിക പീഡനം അവൻ ഏറ്റെടുത്തു. അവൻ പാപത്തെക്കുറിച്ച് അനുതപിച്ചു. ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ അവൻ മനസ്സ് കാണിച്ചു. അങ്ങനെ അവൻ കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞു, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ടു. എളിമപ്പെട്ടപ്പോൾ എളിമപ്പെട്ടത് കണ്ടിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു, ഞാൻ എൻ്റെ മനസ്സ് മാറ്റുന്നു. ഇവിടെ നോക്കിയേ, അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ കരുണ സ്വഭാവമാകാതെ ഒരു വ്യക്തിക്ക് സാധിക്കുമോ? ഇയാളെ കാണാൻ സാധിക്കും. ഇവിടെ ചെയ്ത പാപത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, വെറും നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള തെറ്റ് അല്ലെങ്കിൽ ആരെയെങ്കിലും അവരെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ മരിച്ചാലും ഞാനിത് മറക്കുകയില്ല എന്ന് പറയുന്നവരുണ്ട്. ഒരു കാരണവശാലും എൻ്റെ അടുത്തേക്ക് നീ ക്ഷമ ചോദിച്ചു വരണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്, ഇങ്ങനെയെല്ലാം സ്റ്റാൻഡ് എടുക്കുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കാണും. അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ്. അതുകൊണ്ടാണ് അനുതാപിക്ക് കരുണ ലഭിച്ചത്. അനുതപിച്ച പാപികൾക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകുന്നു എന്നുള്ളത് പ്രഭാഷകൻ 17:24 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. നമ്മളാണെങ്കിലും എത്ര മാരകമായ പാപത്തിൽ വീണവരാണെങ്കിലും തെറ്റുപറ്റിയവരാണെങ്കിലും അനുതപിച്ച് തിരിച്ചു വന്നാൽ നമുക്ക് കരുണ ലഭിക്കും എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുതെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം നിനക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കുക. നമ്മൾ സാധാരണ നമുക്ക് തെറ്റുപറ്റിയാൽ കുമ്പസാരിക്കാൻ ഓടും, ദൈവത്തോട് മാപ്പ് പറയും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് ഓടും, വേണേ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനമോ അത് ഇതിന് ചേർന്ന് പോകുന്നതാണോ നമ്മൾ തിരിച്ചറിയുന്ന നല്ലതാണ്. മറ്റൊരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മാറാനും നമ്മൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ടോ? മറ്റൊരാൾ അനുതപിച്ചു വരുമ്പോൾ അവരെ പരിഹസിക്കാതെ അവരോട് ക്ഷമിക്കാനും അവരോട് കരുണ കാണിക്കാനും നമുക്ക് പറ്റുന്നുണ്ടോ? കർത്താവിൽ നിന്നും കരുണ സ്വീകരിച്ചവർ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള കടമയുള്ളവരാണ്. ആ കടമ നമ്മൾ ഒരിക്കലും മറക്കരുത്. മറന്ന് നമ്മൾ പെരുമാറിയാൽ നമുക്കുണ്ടാകാവുന്ന ഒരവസ്ഥ യാക്കോബ് 2-ാം അധ്യായം 13-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരുന്നാൽ ആ രീതിയിൽ തന്നെ നമുക്ക് ചില തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. പ്രത്യേക ആവശ്യങ്ങൾ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ കൈക്കൊള്ളണമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി തരണമേ. യേശുവേ നന്ദി. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.